പാലായിൽ നിന്നുള്ള സാക്ഷ്യമാണ് KM ജോസിൻ്റെ സാക്ഷ്യം. കാരണം 2 പ്രാവശ്യം അദ്ദേഹം ഉടമ്പടിയുടെ ഉപ്പ് കൊണ്ടുപോയി അദ്ദേഹത്തിനൊരു അനീതി വന്നപ്പോൾ 2 പ്രാവശ്യവും ഒന്ന് അദ്ദേഹത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലെ കുടുംബത്തിൻ്റെ സ്ഥലത്തിൻ്റെ അതിർത്തിയിൽ വലിയ മതിൽ ഇടിഞ്ഞു വീണിട്ട് അത് എടുത്തു മാറ്റാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പം അതിൻ്റെ ഉടമസ്ഥനെപ്പോലും ആരാണെന്നൊരു പിടിയുമില്ലാണ്ടായി. ഉടമസ്ഥൻ വിദേശത്താണ്, എവിടെയാണെന്നും ആരാണെന്നും ഇതെവിടെയാണ് തുടങ്ങേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ അദ്ദേഹം ചെയ്തത് എന്താണ്? ഉടമ്പടി ചെയ്തിട്ട് മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോയുടെ നാമത്തിൽ വെഞ്ചരിച്ച ഉപ്പ് കൊണ്ടുപോയി ആ സ്ഥലത്ത് വെതറി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാം. അപ്പോഴെന്നാ സംഭവിക്കണത്? അപ്പോൾ അതിൻ്റെ റൂട്ട് ഉടനെ മാതാവ് തെളിച്ച് കൊടുക്കും. ഈ ബുദ്ധി വില്ലേജ് ഓഫീസൊക്കെ അവിടെ തന്നെ ഉള്ളതാണേ. പക്ഷെ നമ്മുടെ ബുദ്ധിയിലൂടെ തോന്നണ്ടേ നമുക്കത്? അതാണ് പ്രശ്നം. എല്ലാ കാര്യങ്ങളും നമ്മുടെ വിടുതലിൻ്റെ പല മാർഗങ്ങളും ഈസി ആയിരിക്കാം. ചിലപ്പോൾ നമുക്കത് ആ സമയത്ത് ചിലപ്പോൾ അയ്യോ ആ സമയത്ത് ഞാനത് ഓർത്തില്ലെന്നൊക്കെ പറയത്തില്ലേ, ഇല്ലേ? ഇപ്പം പെന്തക്കോസ്താ ദിവസം അടുത്ത് വരികയാണ്. എല്ലാം ഓർപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ തിരുനാളാണ്. അപ്പോൾ ദൈവതിരുസന്നിധിയിൽ പരിശുദ്ധ അമ്മയ്ക്ക് ആ വിഷയം സമർപ്പിച്ചപ്പോൾ അത് എവിടെ തുടങ്ങണമെന്ന് ഉടനെ റൂട്ട് കിട്ടി, അല്ലേ? അദ്ദേഹം വലിയ ഓഫീസിൽ ചെന്നു, സംസാരിച്ചു. അവർ വളരെ ഹൃദ്യമായി പെരുമാറി. അതിൻ്റെ സർവേ നമ്പരും അടുത്ത സ്ഥലത്തെ സർവേ നമ്പരും അതിൻ്റെ ഉടമസ്ഥൻ്റെ പേരും കൊടുത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. വീട്ടിൽ നിന്ന് നമ്പർ കളക്ട് ചെയ്ത് അദ്ദേഹത്തെ വിളിച്ചപ്പോൾ വളരെ മാന്യമായി അദ്ദേഹം സംസാരിച്ചു. സന്തോഷത്തോടെ ആ വിഷയം പെട്ടെന്ന് പരിഹരിച്ചു. ഇതുപോലെ തന്നെ വേറെ ഒരു സംഭവം അദ്ദേഹം പറയുന്നത്, അതും ഉപ്പാണ്. ഉടമ്പടി നേർച്ച വസ്തുക്കളെക്കുറിച്ച് പത്രത്തിൻ്റെ 6-7 പേജുകളിലുണ്ട്. അനാദികാലം മുതൽ ദൈവം മനുഷ്യരെ ജീവിത സംഘർഷം അനുഭവിച്ചപ്പോൾ ദൈവം കൊടുത്തിട്ടുള്ള ചില ഭൗതിക അടയാളങ്ങളാണ്, വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള ഭൗതിക അടയാളങ്ങൾ ദൈവം കൽപ്പിച്ച് അനുഭവിച്ചു കൊടുത്തതാണ്. അപ്പം അവിടെ എന്താണ്? എൻക്രോച്ചാണ്, മതിൽ കെട്ടിപ്പോയതാണ്. അവിടെ അതിർത്തി കൈകേറി മതിൽ കെട്ടിപ്പോയതാണ്. അപ്പോൾ ചിലർ പറയും കോമ്പൻസേഷൻ കൊടുത്ത് അവസാനിപ്പിക്കാമെന്ന് പറയും. ചില ആൾക്കാർ മതിൽ പൊളിക്കും, പാർട്ടിക്കാരെയും കൊണ്ടുവന്ന് മതിൽ പൊളിക്കും. പക്ഷെ അതൊക്കെ ഹൈക്കോടതി പോയ ക്രിമിനലാണ്. വെയിൽ കെട്ടുന്നതിനൊരു നിയമം, മുള്ളു കമ്പി കെട്ടുന്നതിന് വേറെ നിയമം, കയ്യാല കെട്ടുന്നതിന് വേറെ നിയമം, മതിലിന് വേറെ നിയമമാണ്. അതൊക്കെ ശരിക്കും ക്രിമിനലായിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആളകത്തും പോകും. ഇപ്പോൾ വെയിൽ പൊളിക്കണ നിസ്സാര കാര്യമൊന്നുമില്ല, ആരൊക്കെ കൂടി ഉണ്ടായാൽ. പക്ഷേ ഇത് തെളിവില്ലാതെ സംഭവം വളരെ സുന്ദരമായി സ്വർഗീയമായി വിഷയം പരിഹരിക്കുന്ന രീതി കണ്ടില്ലേ? അവിടെ കൊണ്ടുപോയി ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ അത് സ്വയം പൊളിച്ചു മാറ്റാനുള്ള ഒരു ദൈവിക പരിഹാരം വന്നു ചേരുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നണത്? ജീവിതത്തിലൊന്നും പ്രയാസമല്ല. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ഉണ്ടെങ്കിൽ ഏത് വിഷയവും ഇലക്കും മുള്ളിനും ദോഷമില്ലാത്ത രീതിയിൽ പരിഹരിക്കാൻ കഴിയും. ശ്രുതിയുടെ ഹല്ലേലൂയ. ഈ മതിലൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു മാറുന്നില്ലേ? ഇതുപോലെയൊക്കെ നീതി നിറവേറുന്നില്ലേ? ഇതെല്ലാം എങ്ങനെയാണ് നടക്കുന്നത്? അതിനൊക്കെ കറസ്പോണ്ടിങ് വേർഡ് ഓഫ് ഗോഡ് ഉണ്ട്. ഒരു വിഷയം പ്രാർത്ഥനയ്ക്ക് വിസിബിളായി വരണത് അതിൻ്റെ കറസ്പോണ്ടിങ് വേർഡ് ഓഫ് ഗോഡ് ഉള്ളപ്പോഴാണ്. അതിൻ്റെ പ്രത്യേക വചനങ്ങളുള്ളത് കൊണ്ടാണ്. എന്താണ് എൻ്റെ വചനം? നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. അതാണ് സംഭവം. നീതി അതിൻ്റെ ഇപ്പം കൈകേറി നമ്മുടെ വസ്തു ഇപ്പോൾ കൈകേറി അതിൽ അധികാരം സ്ഥാപിക്കണം എന്താണ്? അനീതിയാണ്, അല്ലേ?
അപ്പോൾ അങ്ങനെ അനീതി ഉണ്ടായ അനീതി സഹിക്കണം തന്നെയല്ല. ഒരു സ്ഥലത്ത് മാത്രമാണ് തിമോത്തി 2:6 വൈ കാൺട്ട് യു സഫർ ഇൻജസ്റ്റിസ് എന്ന് ചോദിക്കുന്ന ഒരു വചനമുണ്ട്. കൊറിന്ത്യസിലുണ്ട് അതുപോലെയുള്ള വചനം. അതായത് എൻ്റെ 1 കൊറിന്ത്യസ് 2:6 അതായത് വൈ കാൺട്ട് യു സഫർ ഇൻജസ്റ്റിസ്, എന്തുകൊണ്ട് നിങ്ങൾക്ക് അനീതി സഹിച്ചുകൂടാ എന്ന് പറയണത് രക്തസാക്ഷിത്വത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് പറയണത്. നിത്യതയ്ക്ക് വേണ്ടി ചില അനീതികളെ കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് ഒരു വിശ്വാസി വേദസാക്ഷി ഏറ്റെടുക്കാവുന്നതാണ്. അതാണ് അവിടുത്തെ ഒരു ഇത്. പക്ഷേ എല്ലാ കാര്യവും നിത്യതയ്ക്ക് വേണ്ടിയല്ല. ചില കാര്യങ്ങൾ അനീതികൾ വരുമ്പോൾ നീതിക്ക് വേണ്ടി നമുക്ക് വിശക്കാം. അതാണ് മത്തായി 5:6. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 6-ാം വാക്യം. നീതിക്ക് വേണ്ടി വിശക്കുകയും എന്ന് പറഞ്ഞേ, നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവരെ ഭാഗ്യവാന്മാർ, അവർ സംതൃപ്തരാക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അപ്പം നമുക്ക് അനീതി വന്നാൽ തീർച്ചയായിട്ടും ദൈവതിരുസന്നിധിയിൽ അതിനുവേണ്ടി വിശക്കാം, ദാഹിക്കാം. എന്ത് തരത്തിലുള്ള അനീതി ആയാലും. ഇപ്പോൾ ഓഫീസിലൊക്കെ എന്തുമാത്രം അനീതി അനുഭവിക്കണം. നമ്മൾ ഓഫീസിൽ ജോലി ചെയ്യുന്നവർക്ക് അനീതി അനുഭവിക്കണില്ലേ? ചില ആൾക്കാർക്ക് പെൻഷൻ കിട്ടാത്തതിൻ്റെ കാരണം ക്ലർക്കുമാർ വരെ അനീതി കാണിച്ചിട്ടാണ്. അങ്ങനെ കുറേ അനീതികൾ പല സ്ഥലങ്ങളിലും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ചിലർക്ക് ഇൻക്രിമെൻ്റ് ഇല്ല, ചിലർക്ക് ബോണസ് കിട്ടണില്ല, ചിലരുടെ രേഖകൾ തിരുത്തുന്ന ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിൽ ചില പ്രമാണം തിരുത്തുന്നവരുണ്ട്, പ്രമാണം എടുത്തു മാറുന്നവരുണ്ട്, പ്രമാണം വാങ്ങിച്ച് കൈവച്ചിട്ട് പിന്നെ കണ്ടില്ല കളഞ്ഞു പോയെന്ന് പറഞ്ഞിട്ട് ഭാഗോടമ്പടി നടത്താത്തവരുണ്ട്. ഇങ്ങനെ കുറേ വിഷയങ്ങളുണ്ട് അനീതി മനുഷ്യൻ അനുഭവിക്കുന്നത്. അതെല്ലാം ഉടമ്പടിയുടെ സബ്ജക്റ്റാണ്. നിനക്ക് നീതിക്ക് വേണ്ടി വിശക്കാം. അനീതി അനുഭവിക്കുന്നവരെല്ലാവരും ഏതെല്ലാം തരത്തിലാണ് നീ അനീതി അനുഭവിക്കുന്നത്, അത് നീതിക്ക് വേണ്ടി നീ വിശക്കാം. കാര്യം നിൻ്റെ പക്ഷം ദൈവം ചേർന്ന് നിൽക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. അതാണ് മത്തായി 5:6 എന്ന് പറഞ്ഞ നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർ സംതൃപ്തരാക്കപ്പെടും. അത് പരിശുദ്ധ അമ്മയുടെയും പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണത്. സ്വസ്ത്രഗീതത്തിൽ പരിശുദ്ധ അമ്മയും വിശക്കുന്നവരെ അവിടുന്ന് സദ്വിഭവങ്ങൾ കൊണ്ട് നിറച്ചു, അല്ലേ? പ്രൈസ് ദി ലോർഡ്. അമ്മയുടെ സ്വസ്ത്രഗീതത്തിലും അതേ പ്രാർത്ഥനയുണ്ട്. ലൂക്ക 1:53 എന്ന് പറഞ്ഞ വിശക്കുന്നവരെ സദ്വിഭവങ്ങൾ കൊണ്ട് അവിടുന്ന് നിറച്ചു, സമ്പന്നരെ വെറും കൈയായി പറഞ്ഞയച്ചു. അപ്പം എല്ലാം തികഞ്ഞവരാണെങ്കിൽ നമുക്ക് വെറും കൈയോടെ നിൽക്കേണ്ടി വരും, ഇല്ലേ? അപ്പോഴേ ചില തികയാതെ നിൽക്കുന്നവരും ചില പോരായ്മയുള്ളവരും ശരിക്കും ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ യോഗ്യതയാണ് നമ്മുടെ പോരായ്മകൾ. മനസ്സിലായില്ലേ? ഏതെങ്കിലും തരത്തിൽ നമുക്ക് പോരായ്മ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ചില ഇന്നാളൊരു അമ്മ ഒന്ന് സാക്ഷ്യം പറഞ്ഞു. എന്താണെന്നറിയാമോ? അവരുടെ മകളുടെ ഒരു പോരായ്മയെ എന്താ, ഇങ്ങനെ ആണി പോലെ മുഖത്ത് മൊത്തം കുരുവ. അപ്പം ഞാനെപ്പോഴും ആ സാക്ഷ്യം ഓർക്കും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ കല്യാണമൊന്നും നടക്കണില്ല. അവിടെ മുഖത്ത് ഒരു പ്രാവശ്യം നോക്കിയാൽ രണ്ടാമത്തെ പ്രാവശ്യം ആരും നോക്കത്തില്ല. അതുകൊണ്ടാണ് കല്യാണം നടക്കാത്തത്. അവൾ നാട്ടിലില്ല, സൗദിയിലാണ്. പക്ഷേ അമ്മ പൊൻകൂത്തുനിന്ന് ഈ വഴി അറിയാൻ പാലാത്ത ആൾ ഒറ്റയ്ക്ക് വന്ന് ഇവിടെ ഈ സ്ഥലം കണ്ടുപിടിച്ചെടുത്തിട്ട് അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, അമ്മേ നിൻ്റെ മുഖം എന്ത് സുന്ദരമാണ്. ആ പ്രാർത്ഥന ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, ആ സാക്ഷ്യം. അമ്മേ നിൻ്റെ മുഖം എന്ത് സുന്ദരമാണ്, അതുപോലെ എൻ്റെ മകളുടെ മുഖം സുന്ദരമാക്കണമെന്ന്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സൗദിയിൽ നിന്ന് അവളെ അമ്മയെ വിളിച്ചിട്ട് പറയും, അമ്മേ എൻ്റെ മുഖക്കുരുവൊന്നും കാണാനില്ല, ഞാൻ തോർത്ത് നനച്ച് തുടച്ചപ്പോഴെല്ലാം അടന്നു പോയെന്ന്. പ്രീസറോടെ എത്ര പ്രാവശ്യം അവൾ തോർത്തല്ലാരും കുപ്പിച്ചിലും സാൻഡ് പേപ്പറും വെച്ച് വരെ ഉരച്ചിട്ടുണ്ട് കാലത്ത്, ഇന്ന് വരെ അടന്നിട്ടില്ല. പക്ഷെ അമ്മയുടെ കൺസെൻ്റ് ഉണ്ടെങ്കിൽ എല്ലാം അടർന്നു പോകും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കാരുണ്യത്തിന് ലൂക്ക 1:53 സ്വസ്ത്രഗീതം, അമ്മയുടെ സ്വസ്ത്രഗീതം. അവിടുന്ന്
വിശക്കുന്നവരെ ഏറ്റുപറഞ്ഞ് അവിടുന്ന് വിശക്കുന്നവരെ സദ്വിഭവങ്ങൾ കൊണ്ട് നിറച്ചു. സമ്പന്നരെ സമ്പന്നരെ വെറുങ്കയായി പറഞ്ഞയച്ചു. ഇതാര് പറഞ്ഞ വചനമായ? ഇപ്പം ഇത് പറഞ്ഞ് സത്യം പറഞ്ഞാൽ നീതിക്ക് വേണ്ടി വിശക്കുന്നവരെന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടിണി കിടക്കുന്നവരെന്ന് മാത്രമല്ല അർത്ഥം. നീതിക്ക് വേണ്ടി വിശക്കുന്നവരും സദ്വിഭവങ്ങൾ കൊണ്ട് നിറക്കും. കർത്താവ് നീതി വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എന്താ പറയണത്? നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവരെന്ന് പറഞ്ഞ് പ്രത്യേകം പറഞ്ഞല്ലേ ഇല്ലേ? അത് മത്തായി 5:6. ആ മത്തായി 5:6 മറിയത്തിൻ്റെ സ്വസ്ത്രഗീതമായ ലൂക്ക 1:53 കണക്ട് ചെയ്യേണ്ടത്. അവിടെ എന്താണ്? വിശക്കുന്നവരെ, അതായത് നീതിക്ക് വേണ്ടിയായാലും ആഹാരത്തിന് വേണ്ടിയായാലും എന്തിനു വേണ്ടിയായാലും ആഗ്രഹിക്കുന്നവരെ, പ്രാർത്ഥിക്കുന്നവരെ സദ്വിഭവങ്ങൾ കൊണ്ട് ദൈവം നിറക്കും. അതാണ് ഉടമ്പടി കൊണ്ടെല്ലാം നടക്കുന്നത്. ഉടമ്പടി കൊണ്ടെല്ലാം നടക്കാൻ കാര്യം എന്താണ്? ഏതെല്ലാം മേഖലയിലാണോ നീ അനീതി അനുഭവിക്കുന്നത്, നീതിക്ക് വേണ്ടി വിശക്കണത്, അവിടെ എല്ലാം നിനക്ക് സംതൃപ്തി ഉണ്ടാകും. അത് പ്രവചനമാണ്, വാഗ്ദാനമാണ്. ആരുടെ വാഗ്ദാനമാണ്? പിതാവിൻ്റെ വാഗ്ദാനമാണ്. ഇങ്ങനെ പല വാഗ്ദാനങ്ങളെ തലമുറയായി നമ്മുടെ പിതാക്കന്മാരോട് എബ്രാഹിം മുതൽ ദൈവം അരുളിച്ചെയ്തിട്ടുണ്ടെന്നാണ് പിന്നീട് അമ്മ പറയണത്. ലൂക്ക 1:54-55. ആ കാരുണ്യത്തെ അനുസ്മരിക്കണമേ എന്ന്. ഉടമ്പടിക്ക് അമ്മ വിളിക്കുന്ന പേര് വാഗ്ദാനമെന്നാണ്. വാഗ്ദാനത്തെ അന്തസത്ത അമ്മ അടയാളപ്പെടുത്തുന്നത് കാരുണ്യമെന്നാണ്. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവരുടെ മേലെ ദൈവം വാഗ്ദാനം പാലിക്കുന്നുണ്ടെങ്കിൽ അത് കാരുണ്യം കൊണ്ടാണെന്നാണ് അമ്മ പറയണത്. നമ്മുടെ യോഗ്യത കൊണ്ടല്ല. എന്ന് കൈ അടിച്ച് കർത്താണ് കാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് അപ്പോഴാ വാഗ്ദാനം. അതുകൊണ്ടാണ് എലിസബത്ത് അമ്മ ഈ സ്വസ്ത്രഗീതമെല്ലാം പറയണത്. എന്തുകൊണ്ടാണ്? എലിസബത്തിൻ്റെ ഒറ്റ വാക്കുകൊണ്ടാണ്. മേരി, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. അപ്പോഴാണ് മറിയ സ്വസ്ത്രഗീതം പാടുന്നത് ഇല്ലേ? എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാ പറയണത്. ലൂക്ക 1:45 കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ അപ്പം കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പിന്നീട് അമ്മ പറയണത്. കർത്താവ് അരുളി ചെയ്തത് എന്താണ്? നീതിക്ക് വേണ്ടി വിശക്കുന്നവരെ, നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവരെ, വിശക്കുന്നവരെ സദ്വിഭവങ്ങൾ കൊണ്ട് നിറക്കുമെന്ന്. അതാരും അരുളി ചെയ്തതാണ്? പരിശുദ്ധാത്മാവ് നിറയുമ്പോഴേ പുത്രൻ തമ്പുരാനെ മനുഷ്യാവതാരത്തിന് മുമ്പ് യഹൂദന്മാരെ കർത്താവെന്ന് വിളിച്ചത് ആരെയാണ്? പിതാവായ ദൈവത്തെയാണ്. പിതാവായ ദൈവം അരുളി ചെയ്ത കാര്യങ്ങളാണ് നിറവേറുമെന്ന് അമ്മ വിശ്വസിക്കണത്. പിതാവായ ദൈവം അരുളി ചെയ്ത കാര്യം എന്താണ്? വിശക്കുന്നവരെ സദ്വിഭവങ്ങൾ കൊണ്ട് നിറക്കും. അതാണ് സങ്കീർത്തനം 107:9. ഞാനങ്ങനെ ഓർക്കുകയായിരുന്നേ, അമ്മ ഈ സങ്കീർത്തനമൊക്കെ ഇങ്ങനെ കാണാതെ പ്രാർത്ഥിച്ച് അഭിഷേകം നേടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ സങ്കീർത്തനം 107:9 അമ്മ പറയണത്. എന്താണ്? വിശക്കുന്നവരെ. അതാണ് കർത്താവ് അരുളി ചെയ്തത്. എലിസബത്ത് കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങളാണ് അമ്മ പറയണത്. കർത്താവ് എന്താ അരുളി ചെയ്തത്? സങ്കീർത്തനം 107:9 കർത്താവ് അരുളി ചെയ്തത്, പിതാവായ ദൈവം അരുളി ചെയ്തത് എന്താണ്? വിശക്കുന്നവരെ സദ്വിഭവങ്ങൾ കൊണ്ട് നിറക്കും. ഇപ്പോഴേ ഈ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുന്ന വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. അതിൽ ഈശോ മാത്രമല്ല, പിതാവായ ദൈവവും അതിനെ കാലാകാലങ്ങളായി ഉടമ്പടി പ്രകാരം ചെയ്ത വാഗ്ദാനമാണ്. വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർക്ക് സംതൃപ്തി,
അത് പിതാവായ ദൈവത്തിൻ്റെ കാലം മുതലുള്ള വാഗ്ദാനമാണ്. ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പാലിച്ചുകൊണ്ട് നമ്മളിപ്പോൾ സാക്ഷ്യം പറയണത്. കൈ അടിച്ച് കർത്താണ്. ഓരോ വ്യക്തികൾ ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കട്ടെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, കർത്താവ് ചെയ്ത കാരുണ്യത്തിന് ഇതെല്ലാം ഇങ്ങനെ നമ്മൾ ഇപ്പോൾ ഉപ്പിട്ട് പ്രാർത്ഥിക്കുക, തൈലം പൂശി പ്രാർത്ഥിക്കുക. ഇപ്പം ആ ചേട്ടൻ തന്നെ വേറൊരു സാക്ഷ്യം പറഞ്ഞില്ലേ? എന്നാ പറഞ്ഞത്? അച്ഛൻ ആരാധനയ്ക്ക് പറഞ്ഞു, നടുവേദനയുള്ളവർ ഇപ്പോഴവിടെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കാം. അവിടെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കാം, വെക്കാതെയും പ്രാർത്ഥിക്കാം. മനസ്സിലായില്ലേ? കൈകൾ വെച്ചും പ്രാർത്ഥിക്കാം, വെക്കാതെയും പ്രാർത്ഥിക്കാം. എണ്ണ തേച്ചും കുളിക്കാം, എണ്ണ തേക്കാതെയും കുളിക്കാം. ഓരോരുത്തർ ഓരോ രീതികൾ ചെയ്യണത് അധിക സ്നേഹം കാണിക്കാൻ വേണ്ടിയാണ്. പറഞ്ഞ മനസ്സിലായ? ഇവൾ അധിക സ്നേഹം കാണിച്ചെന്ന് പറഞ്ഞില്ലേ? ഇവൾ അധിക സ്നേഹം കാണിച്ചു. ആരോടാ പറഞ്ഞത്? പാപിനിയായ സ്ത്രീയെക്കുറിച്ചാണ്. അവളെങ്ങനെ അധിക സ്നേഹം കാണിച്ചത്? അവൾ സ്നേഹം കാണിച്ചെന്ന് പറഞ്ഞാൽ മതി, അധികം പറയേണ്ട കാര്യമില്ല. പക്ഷേ കർത്താവ് പറഞ്ഞു ഇവൾ അധിക സ്നേഹം കാണിച്ചു. എന്താ കാര്യം? സുഗന്ധം പൂശി സ്നേഹിച്ചു. അതാണ് സംഭവം. സുഗന്ധം പൂശാതെ സ്നേഹിക്കാം. ലൂക്ക 7:46, 47, 48. സുഗന്ധം പൂശാതെ സ്നേഹിക്കാം അല്ലേ? കർത്താവ് ഞാൻ നിന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കമന്നടിച്ച് വീണ് വേണ്ട അവൾക്ക് സ്നേഹിക്കാം. അവളെങ്ങനെ സ്നേഹിച്ചത്? സുഗന്ധം പൂശി സ്നേഹിച്ചു. അവനിച്ചു എന്താ അതിന് വ്യാഖ്യാനിക്കണത്? അവൾ അധികം സ്നേഹിച്ചു. എന്തെങ്കിലും ഉപകരണങ്ങൾ നമ്മൾ സ്നേഹിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പല വിധത്തിൽ വെറുതെ പ്രാർത്ഥിക്കാം. എന്തെങ്കിലും മീഡിയേഷൻ ഉപയോഗിച്ചുകൊണ്ട്, മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അധികം സ്നേഹിക്കണ പോലെ നമ്മൾ അധികം വിശ്വസിക്കുകയാണ്. കൈ അടിച്ച് കർത്താണ്. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ. കർത്താവേ, ഉടമ്പടി നേർച്ച വസ്തുക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അധിക സ്നേഹത്തോടുകൂടി കർത്താവേ, ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കാൻ, ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ, തിരിതെളിച്ച് പ്രാർത്ഥിക്കാൻ, ഉടമ്പടി നിയോഗങ്ങൾ സമർപ്പിക്കും. പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇസ്രയേലിൽ മനോഹരമായ ഒരു പാരമ്പര്യമുണ്ട്. അവിടുന്ന് തൻ്റെ വിശക്കുന്നവരെ സദ്വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കിയെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നമ്മൾ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് സങ്കീർത്തനം 23:5, ശത്രുക്കൾ കാണുമെങ്കിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുക അല്ലേ? ഒരു സങ്കീർത്തനമാണ്. ശത്രുക്കൾ എന്ന് പറഞ്ഞ ശത്രുക്കൾ കാണുകയെ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കി. അപ്പോൾ ശത്രുക്കൾ വരുമ്പോൾ ഓർക്കുക, വിരുന്നിന് സമയമായെന്ന്. പള്ളിമണി അടിക്കുമ്പോൾ എന്താ ഓർക്കേണ്ടത്? കുർബാനയ്ക്ക് സമയമായെന്ന്. ശത്രുക്കൾ കാണുമ്പോൾ എന്താ ഓർക്കേണ്ടത്? വിരുന്നിന് സമയമായി. കർത്താവ് എനിക്ക് വിളമ്പിത്തരാൻ. അതാണ് വിശ്വാസി. കർത്താവ്, ഇത് വിശ്വാസികളുടെ പുസ്തകമാണ് അല്ലേ? ശത്രു പലതരത്തിലുണ്ട്. ഇപ്പം നിപ്പ വൈറസ് വന്നിട്ടുണ്ട്. എൻ്റെ അർത്ഥം എന്താ? കർത്താവ് നമുക്ക് സൗഖ്യത്തിൻ്റെ, ഈ ദേശത്തിന് കർത്താവ് സൗഖ്യത്തിൻ്റെ വിരുന്നൊരുക്കുമെന്നാണ്. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദേശത്ത് നിന്ന് നിപ്പ വൈറസിനെ അകറ്റിക്കളഞ്ഞ് അകറ്റി എല്ലാ ജനതകൾക്കും സൗഖ്യത്തിന്റെ വിരുന്നൊരുക്കണമേ. സ്തുതിയുടെ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, നിപ വൈറസിന്റെ രോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. Lord Jesus, pour out His Spirit. I cast out Nipah virus from the state in the name of Jesus Christ. Hallelujah. This is so hallelujah. In the name of Jesus Christ. Thank you, Jesus. Thank you, Jesus. We praise you, Jesus. We love you, Jesus. This is so Hallelujah. യേശുവേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിലെ വിരുന്നുമായി ബന്ധപ്പെട്ട് വലിയൊരു വിശുദ്ധ പാരമ്പര്യത്തിൽ നിന്നാണ് ദാവീദ് സങ്കീർത്തനം എടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഈ ശത്രുക്കൾ കാണുക എനിക്ക് അവിടുന്ന് വിരുന്നൊരുക്കണമെന്ന് പറഞ്ഞില്ലേ?
അതായത് ഒരാളെ കൊല്ലാൻ വേണ്ടി ഒരു ശത്രു ഓടിച്ചെന്ന് വിചാരിക്കുക, ഓടിച്ച് അവനെ വാളൂരി വെട്ടിക്കൊല്ലാൻ വേണ്ടി അവൻ്റെ പുറകെ വീണ് ഓടുക. അപ്പോൾ അവൻ പ്രാണരക്ഷാർത്ഥം ഓടി ഏതെങ്കിലും ഒരു വീട്ടിൽ കയറണമെന്ന് വിചാരിച്ചു, അഭയത്തിന്. അപ്പോൾ അവിടുത്തെ നിയമം എന്താണ്? അഭയത്തിനൊരു വീട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ശത്രുവിന് ആ വീട്ടിൽ കയറാൻ അനുവാദമില്ല, അത് പാലിക്കും. പക്ഷേ വേറെ ഒരു ഗുണം കൂടിയുണ്ട്. എന്താണ്? ഇവന് ഊരിപ്പിടിച്ച വാളുമായി ഇവന് വെട്ടിക്കൊല്ലാൻ അണച്ചണച്ച് പുറത്ത് നിൽക്കുമ്പോൾ ഈ അഭയം കൊടുത്തവൻ, അഭയം പ്രാപിച്ചവന് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ഒരു നിയമമുണ്ട്. എന്താ? ഈ ഭക്ഷണം കഴിച്ച് തീരണവരെ ശത്രു പുറത്ത് നിൽക്കണം. എത്ര സമയം കൊണ്ടാണ് ഭക്ഷണം കഴിച്ച് തീരണത് അത്ര വരെ ഇവനെ കൊല്ലാതെ ശത്രു പുറത്ത് നിൽക്കും. അപ്പോൾ ഇവനൊരു ചപ്പാത്തിയാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവൻ തിന്നണ പോലെ ഇരിക്കും. അവനിങ്ങനെ പല്ല് കുറുങ്ങണ പോലെ, പാറ്റ കുറുങ്ങണ പോലെ കുറുങ്ങിയാണ് തിന്നണതെങ്കിൽ അത്രയും സമയം ഈ വീട്ടുകാരന് പുറത്തിറങ്ങി അവൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് വിഷയം സെറ്റ് ചെയ്യാൻ സമയം കിട്ടും. അത് ഭയങ്കര ആശ്വാസമാണ്, ശരിക്കും ഭയങ്കര ആശ്വാസമാണ്. അവനിങ്ങനെ ഇവൻ്റെ ജീവൻ വേണ്ടി വേട്ടനെ പുറത്തോട്ട് നിൽക്കുമ്പോൾ ഇവൻ കൊടുക്കുന്ന ഭക്ഷണം ഇവൻ സ്ലോയിൽ കഴിക്കുക, വളരെ സ്ലോയിൽ. എന്താ? ഈ വീട്ടുകാരൻ പുറത്ത് നിൽക്കുന്നവൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് കൊണ്ട് ഈ വിഷയം സെറ്റ് ചെയ്യണവരെ അവന് സമയം കൊടുക്കും. അതാണ് വിരുന്നെന്ന് പറയുന്നത്. ശത്രുക്കൾ കാണുകയെ അവിടെ നിന്ന് എനിക്ക് വിരുന്നൊരുക്കണമെന്ന്. ഈ ബൈബിളിലെല്ലാം ഇങ്ങനെയാണ്. മഹാപ്രഭൗണ്ട് ട്രഡീഷനിൽ നിന്നാണ് ദൈവാനുഭവം എടുത്തിരിക്കണതെല്ലാം. അവൻ എത്രയും സ്ലോയിലാണ് ഈ ചപ്പാത്തി കഴിച്ച് തീരണമെന്നുണ്ടെങ്കിൽ 12 മണിക്കൂർ എടുത്താൽ അവൻ സമ്മതിക്കത്തില്ല. ഇവൻ കൊല്ലാൻ വേണ്ടി കൊടുക്കുമ്പോൾ അത്രയും പ്രശ്നമല്ലേ ആയിരിക്കത്തില്ലേ? അപ്പോൾ അതിന് പറ്റുന്ന ഇക്വാലൻ്റ് ആയിട്ടുള്ള ഒരു പരിഹാരം ഈ വീട്ടുകാരൻ ചെയ്തു കൊടുക്കും. ഈ വീട്ടുകാരൻ്റെ സ്ഥാനമാണ് ദൈവത്തിന് വചനം കൽപ്പിച്ച് നൽകിയിരിക്കുന്നത്. നമുക്ക് അഭയം പ്രാപിക്കാൻ, നമ്മുടെ ജീവൻ്റെ മേൽ ആക്രമണം ഉണ്ടാക്കുമ്പോൾ ഓടി അഭയം പ്രാപിക്കാനൊരിടമാണ് കർത്താവിൻ്റെ വാത്സല്യത്തിൻ്റെ സന്നിധാനം. അപ്പോഴും നമ്മളിത് കഴിച്ചു തീരണതിനുള്ളിൽ ദൈവം നമുക്ക് വേണ്ടി ഒരു പരിഹാരം ഉണ്ടാക്കും. നമ്മൾ വെട്ടാൻ ഓടിച്ചിരിക്കുന്ന ശത്രുവായാലും, ജോലിയില്ലാത്ത അവസ്ഥയുടെ നിന്ന് വരുന്ന കടമായാലും, ഇതെല്ലാം നമുക്ക് നമ്മളെ മനസ്സിന് സമാധാനം നഷ്ടപ്പെടുത്തി കളയണ ശത്രുക്കളാണ്. രോഗം മാത്രമല്ലല്ലോ, സാധാരണ ശത്രുക്കൾ മാത്രമല്ലല്ലോ, എല്ലാം ശത്രുവല്ലേ. ശത്രു എന്ന് പറയുന്നത് നമ്മൾക്ക് ഓപ്പോസിറ്റായിട്ട് എതിരായിട്ട് വരണ എല്ലാം, സമാധാനം നഷ്ടപ്പെടുത്തുന്ന, സുരക്ഷിതം നഷ്ടപ്പെടുത്തുന്ന എല്ലാം ശത്രുവാണ്. ഇപ്പം നമ്മുടെ കടം നമ്മുടെ ശത്രുവാണ്, നമുക്ക് ജോലിയില്ലാത്ത അവസ്ഥ നമ്മുടെ ശത്രുവാണ്, നമുക്ക് സൗഖ്യമില്ലാത്ത അവസ്ഥ നമ്മുടെ ശത്രുവാണ്. ഈ ശത്രു നമ്മുടെ ജീവൻ്റെ മേലെ കൈവെക്കാൻ വേണ്ടി നമ്മൾ പരക്കം പായിക്കുമ്പോഴാണ് നമ്മൾ അമ്മസന്നിധാനത്തിൽ ഇറങ്ങിയിട്ട് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ഉടമ്പടി ഒരു സ്വർഗീയ വിരുന്ന് പോലെയാണ് വർക്ക് ചെയ്യണത്. ഈ ഉടമ്പടി ഇരിക്കുന്നിടത്തോളം കാലം ശത്രുവിന് നിന്നെ തൊടാൻ പറ്റത്തില്ല. നീ ഉടമ്പടി ഇരിക്കുന്നിടത്തോളം കാലം പരിശുദ്ധ അമ്മ പുറത്തിറങ്ങി നിൻ്റെ ശത്രുവുമായിട്ട് കോംപ്രമൈസ് ചെയ്തിട്ട് അവന് കൊടുക്കാനുള്ള കൊടുത്തിട്ട് നിന്നെ റിലീവ് ചെയ്യും. അതാണ് സാക്ഷ്യം പറയണം നമ്മൾ. അതാണ് ഉടമ്പടി ഇട്ട് കഴിയുമ്പോൾ ചില ആൾക്കാർ എന്നോട് ചോദിക്കുകയെ, അച്ഛാ 1 കൊല്ലം കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു, 1 കൊല്ലം കഴിഞ്ഞ ഉടമ്പടി ഞങ്ങൾക്ക് പ്രത്യേക നിബന്ധനയില്ല, നിങ്ങൾ ആ ഉടമ്പടിയിലാണ്. നിങ്ങൾ ഉടമ്പടി റദ്ദ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് നിങ്ങളുടെ സുരക്ഷിതത്വം, നിങ്ങൾക്ക് ദൈവത്തിന് ഈ വിഷയം സെറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും വിഷയം നിങ്ങൾ അലംഭാവം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആധ്യാത്മികമായിട്ട് നിങ്ങൾക്ക് ചില നഷ്ടങ്ങൾ വരും. അതുകൊണ്ട് പറയും, നിങ്ങൾ ഇവിടെ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ ദൈവത്തോട് ചെയ്തിരിക്കുന്ന ഉടമ്പടിയിൽ വിശുദ്ധിയോടെ നിങ്ങൾ ജീവിക്കണം. അതാണ് എൻ്റെ കറക്റ്റ് കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോഴും നമ്മളെപ്പോഴും എന്താ, അതൊരു സംരക്ഷണമാണ്. എന്താ കാര്യം? ശത്രുക്കൾ കാണുമെങ്കിൽ നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന വിരുന്നാണിത്. ഇപ്പം നിൻ്റെ മകൻ്റെ അഡ്മിഷൻ ആയാലും ശരി, നിൻ്റെ മകൻ്റെ ജോലി ആയാലും ശരി. ഇപ്പോൾ IIT എന്നൊരു സാക്ഷ്യം വന്നില്ലേ? ഇപ്പോൾ 3 IT എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വാലൻ്റ് ടു ആ സഹോദരൻ പറഞ്ഞില്ലേ, ഇറ്റ് ഈസ് ഈക്വാലൻ്റ് ടു IIT എന്നാണ്. IIT, IAS, IAM അല്ലേ, നാഷണൽ ടെക്നിക്കൽ സയൻസാണ് ഇതെല്ലാം വരണത്. സയൻസിൽ, കമ്പ്യൂട്ടർ സയൻസിൽ IIT
ദേശീയ പ്രാധാന്യമുള്ള ഉപരിപഠന കേന്ദ്രമാണ്. IIM പോലെ, എക്കണോമിക്സിൽ IIM പോലെ, അഡ്മിനിസ്ട്രേഷനിൽ IAS പോലെയാണ് IIT, അതുപോലെയാണ് 3IT. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ തന്നെ ജോലി വേണമെന്ന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, അപ്പറ്റൈറ്റ് അതാണ്. പക്ഷേ അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഇല്ല. അതേക്കാൾ എക്സ്പീരിയൻസും ക്വാളിഫൈഡുമായിട്ടുള്ള ആൾക്കാരുടെ മുമ്പ് അനുസരിക്കുമ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ആസ്തി? എന്താണ്? അമ്മയിലുള്ള ആശ്രയം മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പോണൻസിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിന് വിരുന്നൊരുക്കുകയാണ്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താ വർക്കൗട്ട് ചെയ്യണത്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണത്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? Ephesians 2:8 എന്താണത്? നിൻ്റെ യോഗ്യതയാലല്ല, എൻ്റെ കൃപയാലാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട്, അതുകൊണ്ട് എത്ര തരത്തിലുള്ള പലതരത്തിലുള്ള പരാധീനതയുള്ളവർക്കും അമ്മയെ നിൻ്റെ ജീവിതത്തിൽ കക്ഷി ചേർക്കാൻ പറ്റിയ ഏറ്റവും വലിയ വിരുന്നാണ് ഉടമ്പടി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉള്ള കാര്യം കറക്റ്റായിട്ട് പറയുകയാണ്. സഭ ഈ ഉടമ്പടിയെക്കുറിച്ച് പഠിക്കേണ്ട ഒരു കാലമാണ് വരാൻ പോണത്. ഇന്നത്തെ കാലത്ത് സഭയെ നിലനിർത്താനും സംരക്ഷിക്കാനും കുടുംബ പ്രാർത്ഥനയും കൗദാശ ജീവിതവും ജീവിത വിശുദ്ധിയും ജീവിത ശക്തിയും സംരക്ഷണവും മനുഷ്യന് ലഭിക്കാൻ പറ്റുന്ന ബൈബിൾ പദ്ധതിയാണ് ഇക്കാലത്ത് അമ്മയിലൂടെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ചെന്ന് അവസാനിക്കുന്നത് സമയഘടികാരവുമായി നെഞ്ചിച്ചാർത്തി പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ആ പ്രത്യക്ഷീകരണത്തിൻ്റെ പഠനത്തെ സഭ കൂടുതൽ ഗൗരവമായി കാണാൻ വേണ്ടിയുള്ള അടയാളങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൈ അടിച്ച് കർത്താണ്. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. അമ്മേ, പരിശുദ്ധതേ മാതാവേ, കൃപാസനത്തിൽ പ്രത്യക്ഷയായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരമദിവ്യകാരുണ്യത്തിന് ഇപ്പോൾ 1 കോടി കടമുള്ളവരും 2 കോടി കടമുള്ളവരും ഒക്കെ ഇന്നലെ സാക്ഷ്യം പറഞ്ഞായിരുന്നു. അവരങ്ങനെ അതിൽ നിന്ന് എങ്ങനെയാണ് അവർ രക്ഷപ്പെട്ടതെന്നും പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ കടത്തിൻ്റെ ശത്രുവാണെന്ന് നമ്മൾ ഓടിച്ചിടണമെന്നുണ്ടെങ്കിലും ഉടമ്പടി ഒരു സ്വർഗീയ അമ്മ വിളമ്പിയ അമ്മ ഭക്ഷണമാണെന്ന് ഓർക്കണം. ഇത് നിൻ്റെ ശത്രു നിന്നെ ഓടിച്ചിടുന്ന കാലത്ത് നീ തളർന്ന് നിൻ്റെ ജീവൻ വരെ അപായത്തിലാകുന്ന സമയത്ത് അമ്മ ഭവനത്തിൽ വന്ന് ഉടമ്പടി ചെയ്യാൻ കഴിയണത് അമ്മ നിൻ്റെ മുമ്പിൽ വിളമ്പി വെച്ച ഭക്ഷണമാണ് ഉടമ്പടി. ഇനി പുറത്തിറങ്ങി നിൻ്റെ ശത്രുവിനോട് അമ്മ കോംപ്രമൈസ് ചെയ്തിട്ട് നിനക്ക് മുടക്കാനുള്ളത് അമ്മ നിനക്ക് വേണ്ടി കൊടുക്കും. ഒരു കാലം ഞാൻ സാക്ഷ്യം പറയും. ഒരു കാലം ഞാൻ സാക്ഷ്യം പറയും. അമ്മ എനിക്ക് വേണ്ടി മധ്യസ്ഥയാകും. എനിക്ക് വന്ന വിപത്തുകള് എനിക്ക് വേണ്ടി അമ്മ ഏറ്റെടുക്കാം. ഞാൻ കർത്താവിൻ്റെ സാക്ഷിയായി ജീവിക്കാം. ഞാൻ സ്വർഗത്തിൻ്റെ പതിപ്പായി ജീവിക്കാം. ഞാൻ സുവിശേഷത്തിൻ്റെ വേദസാക്ഷിയായി ജീവിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. അമ്മേ, പരിശുദ്ധതേ മാതാവേ, ഉടമ്പടി പ്രാർത്ഥനയിലൂടെ ജനതയെ വിശുദ്ധീകരിക്കുകയും ആരാധനയുടെ രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് അനേകം മക്കളെ സുഖപ്പെടുത്തിയവരിലെ പലരും സാക്ഷ്യങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടതാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടന് കേൾവി നൽകിയവനെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, മഹോദര രോഗിയെ സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, അങ്ങയുടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വിവിധ രോഗങ്ങളാൽ വലയുന്ന മക്കളെ അങ്ങ് സ്പർശിക്കണമേ. രക്തസ്രാവ രോഗികളെയും അറിയാതെ മൂത്രം വിട്ടുപോകുന്നവരെയും ആരാധനയില് സുഖപ്പെടുത്തിയതിന് നന്ദി പറയുന്നു. കർത്താവേ, അതുപോലെ ദുരിതപൂർണമായ പല പല സ്രാവരോഗങ്ങളെ യേശുക്രിസ്തു നാമത്തിലെ ഈ നിമിഷം സൗഖ്യപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ,
അവിടുത്തെ കൃപ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പെട്ടപൂത്രൻ പോകുന്ന അവസ്ഥകളുള്ളവര്, രോഗദുരിതങ്ങളിൽ അകപ്പെട്ട് കഴിയുന്നവര്, മരുന്നുകൾ കഴിച്ചിട്ട് മാറാത്ത രോഗങ്ങള്, ഇനി മരുന്നില്ല ഡോക്ടർ പറഞ്ഞിട്ടുള്ള രോഗങ്ങള്, എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നവര്, കർത്താവേ രോഗത്തിന് വർഷങ്ങളായിട്ട് കാലങ്ങളായിട്ട് അടിമപ്പെട്ട് കഴിയുന്നവര്, സങ്കടപ്പെട്ട് കഴിയുന്നവര്, കർത്താവേ ഈ ആരാധനയിൽ അങ്ങ് ഏറ്റെടുത്ത് സൗഖ്യപ്പെടുത്തണമേ. ഹല്ലേലൂയ. ശ്വാസകോശ രോഗികളെ വിശുദ്ധ രക്തത്താൽ അവരുടെ ശ്വാസകോശങ്ങളെ കഴുകണമേ. ശ്വസിക്കാൻ പറ്റാത്തവരെ അലർജികൾ കൊണ്ട് ശ്വാസ തടസ്സമുള്ളവരെ കർത്താവെ സ്പർശിക്കണമേ. തൈറോയ്ഡ് രോഗികളെ സ്പർശിക്കണമേ. സ്പോണ്ടിലോസിസ് രോഗികളെ സ്പർശിക്കണമേ. ഈശോ ശിരസിനുള്ളിലെ വേദനയുള്ളവരെ, ഞരമ്പുകൾക്ക് ബ്ലോക്ക് ഉള്ളവരെ, തലയിലെ പ്രഷർ ഉള്ളവരെ, ഞരമ്പ് പൊട്ടിപ്പോകാൻ പോകുന്ന പോലെ പ്രഷർ കയറുന്നവരെ യേശുവിന്റെ നാമത്തിലെ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. തളർവാദ രോഗിയെ സുഖപ്പെടുത്ത ദൈവമേ, സ്പോണ്ടിലോസിസ് രോഗികള്, തൈറോയ്ഡ് രോഗികള്, ശ്വാസ സംബന്ധമായ രോഗത്താൽ കാലങ്ങളായിട്ട് വിഷമിക്കുന്നവരെ അങ്ങ് സൗഖ്യപ്പെടുത്തുന്നവർ നന്ദി പറയുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴേ തലവേദന, മക്കളെ തലവേദനയ്ക്ക് വേദന ഉള്ളവർ, അതിൻ്റെ പേര് കണ്ണിന് അകത്ത് ഭയങ്കരമായ കണ്ണിനെ ഇങ്ങനെ കുത്തിത്തിരിക്കുന്ന പോലെ കഴപ്പ് തോന്നുന്നവരുണ്ട്. പ്രത്യേകിച്ച് വലത് കണ്ണിന് കർത്താവ് ആ വ്യക്തികളെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സൂല. ഹല്ലേലൂയ. Lord Jesus, pour out your spirit. കർത്താവേ, അന്ധന് കാഴ്ച നൽകുവനെ, കണ്ണുകളെ സുഖപ്പെടുത്തണമേ, ചെവികളെ സുഖപ്പെടുത്തണമേ, തൈറോയ്ഡ് രോഗങ്ങൾ, ടോൺസിൽ രോഗങ്ങൾ സുഖപ്പെടുത്തണമേ, ശിരസിനുള്ളിലെ രോഗങ്ങളെ യേശുനാമത്തില് സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. സന്തോഷത്തോടെ രോഗമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. മക്കളെ, മുന്തിരിക്കുല പോലെ എന്നാ ഒരു ഗ്രന്ഥിയുണ്ട്. മുന്തിരിക്കുല പോലുള്ള ചില അവയവങ്ങളകത്ത് രോഗമായിട്ടും വരും. അവർ മുന്തിരിക്കുലയും തന്നെ പറയുകയും ചെയ്യും. പക്ഷേ ചില ഗ്രന്ഥികളും ആ രൂപത്തിൽ തന്നെ ഇങ്ങനെ മിണഞ്ഞ് ചെറിയ കുരുക്കളൊക്കെ പോലെ കിടക്കും. ഈ വ്യക്തിയെ കർത്താവ് ഇപ്പോഴും സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, മരുന്ന് കിട്ടാതെ വിഷമിക്കുന്ന രോഗങ്ങളെ അങ്ങ് ഏറ്റെടുക്കുന്നതിനെ പ്രാർത്ഥിക്കുന്നു. മുന്തിരിക്കുല പോലെ ശരീരത്തിലെ ഗ്രന്ഥി വളർന്ന് കർത്താവെ ദുരിതം അനുഭവിക്കുന്നവരെ സൗഖ്യപ്പെടുത്തുന്നേ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. അതുപോലെ തന്നെ നമ്മുടെ അച്ഛന് നെഞ്ചും പൂട്ടില്ലേ, നമ്മുടെ ശ്വാസകോശത്തിൻ്റെ നെഞ്ചിൻ്റെ കൂടിൻ്റെ നടുക്കുള്ള ഭാഗങ്ങളിൽ അവിടെ കൈകൾ വെച്ച് നമുക്ക് സ്തുതിക്കണം. അത് മൂലമുണ്ടാകുന്ന അകത്തുള്ള കരൾ, അതുപോലെ തന്നെ ശ്വാസകോശങ്ങൾ, ഹൃദയങ്ങൾ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കരൾ രോഗങ്ങള്, ശ്വാസകോശ രോഗങ്ങള്, ഹൃദയ രോഗങ്ങള്, ഓ ദിവ്യ ഈശോയെ വിശുദ്ധ രക്തത്താൽ കഴുകണമേ. അങ്ങയുടെ തിരുസന്നിധിയിൽ സാക്ഷ്യം വഹിക്കാൻ മാരക രോഗങ്ങള് യേശുനാമത്തിലെ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ. കരൾ സംബന്ധമായ രോഗങ്ങള്, കർത്താവേ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങള്, ഹൃദയവാൽവിന്റെ തകരാറ്, ഹൃദയത്തിന് തകരാറുള്ളവരെ, നെഞ്ചുകൂട് ഭാരം
ഭാരം അനുഭവിക്കുന്നവര് ഇപ്പോൾ വിവിധ സ്പർശിക്കണമേ കർത്താവെ, സ്പർശിക്കണമേ കർത്താവെ, സാക്ഷ്യം പറയാൻ അടയാളം നൽകണമേ യേശുവിന്റെ നാമത്തില്. മാർഗ രോഗങ്ങള്, തീരവേദികള് മാറിപ്പോകട്ടെ. കരങ്ങളുയർത്തി കർത്താവേ, വാദസമ്മതിക്കാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ നടക്കുന്ന കാലമാണ്. പല മാതാപിതാക്കന്മാർക്കും പണമില്ലാതെയും പഠിപ്പിക്കാൻ എന്ത് പഠിപ്പിക്കണമെന്ന് അറിയാൻ പാടില്ലാതെയും കുഞ്ഞുങ്ങൾക്ക് തന്നെയും എന്ത് ഓപ്ഷൻ എടുക്കണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്ന സമയമാണ്. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ബൗദ്ധികവും സാമ്പത്തികവുമായ മേഖലകളെ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോ. ഞങ്ങളുടെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ. അവർക്ക് പഠിക്കാനുള്ള ഓപ്ഷൻ കൊടുക്കണമേ, വിഷയം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവെ, അഡ്മിഷൻ കിട്ടാത്ത മക്കള്, അലോട്ട്മെന്റിൽ പേര് വരാത്ത മക്കള്, കർത്താവെ ആഗ്രഹിച്ച സബ്ജക്റ്റ് കിട്ടാത്ത മക്കള് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാനേജ്മെന്റില് സെലക്ഷന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സാമ്പത്തികമില്ലാതെ വിഷമിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചില സമയത്ത് നെഞ്ചിങ്ങനെ പൊട്ടി പിളർന്നു വരണ പോലെ തോന്നൽ തന്നെ അല്ല, അത് ശരിക്കും ഇങ്ങനെ ഗ്യാസ് അടിച്ച് കയറിയിട്ടുണ്ടാകുന്ന തലപ്പോച്ചിനും ചിലപ്പോൾ ബോധക്കേടും ഉണ്ടാകും. ആ വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വിവാഹ തടസ്സമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന വിവാഹ തടസ്സമുള്ളവരെ, മക്കളില്ലാത്തവരെ, കൂടെ അബോർഷൻ സംഭവിച്ചുകൊണ്ട് പോകുന്നവർ, അങ്ങനെ പലതരത്തിൽ വിഷമം അനുഭവിക്കുന്നവരുണ്ട്. വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, വീടില്ലാത്തവർ, സ്ഥലം ഇല്ലാത്തവർ, ജോലി ഇല്ലാത്തവർ, ജോലി ലഭിക്കുന്നതിന് ആവശ്യമായ പരീക്ഷകൾ, ടെസ്റ്റുകളെല്ലാം നിശ്ചയിച്ചിട്ടിരിക്കുന്നവർ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, മക്കളില്ലാത്തവരെ പരിശുദ്ധ കുർബാനയില് പരിശുദ്ധ അമ്മ വഴി സമർപ്പിക്കുന്നു ഈശോ. സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനെയുമായി അമ്മ പ്രത്യക്ഷപ്പെട്ട അത്താറിൽ കയറി ഈശോയെ മഹത്വപ്പെടുത്താൻ വൈവാഹിക തടസ്സങ്ങള്, മക്കളില്ലാത്തവര്, വീടില്ലാത്തവര്, ജോലിയില്ലാത്തവര്, ഈശോയുടെ നാമത്തില് തടസ്സങ്ങള് മാറിപ്പോടെ. ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂ അറ്റൻഡ് പരാജയപ്പെട്ടിട്ടുള്ള മക്കള്, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുന്നവര്, 3 വിസയിൽ വിദേശത്ത് പോയി ജോലിയില്ല ഉള്ളത് അടഞ്ഞുകൊണ്ടിരിക്കുന്ന പുതിയ വരുമാന മാർഗങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോഴും പ്രാർത്ഥിക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്നവരെ, അപേക്ഷിക്കുന്നവരെ, ഇൻ്റർവ്യൂ ടെസ്റ്റിനൊക്കെ വിളിക്കപ്പെട്ടിരിക്കുന്നവരെ, അതിൻ്റെ ടെസ്റ്റുകൾ, നൈപുണ്യ പരീക്ഷ, യോഗ്യതാ പരീക്ഷകൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നന്നായി പ്രാർത്ഥിക്കട്ടെ, കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, മത്സര പരീക്ഷകളും യോഗ്യതാ പരീക്ഷകളുടെയും സാമ്പത്തിക കടമുള്ളവരെ പ്രാർത്ഥിക്കട്ടെ. സുധീര ഹല്ലേലൂയ. കർത്താവേ, ജീവിക്കാൻ മാർഗമില്ലാത്തവര്, വീടില്ലാത്തവര്, സ്ഥലമില്ലാത്തവര്, വരുമാന മാർഗമില്ലാത്തവര്, ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവര്, അതിനുവേണ്ടി പഠിക്കുന്നവര്, ഇന്റർവ്യൂ ടെസ്റ്റ് അഭിമുഖീകരിക്കുന്നവര്, ഈശോ സ്പർശിക്കുക കർത്താവേ. എല്ലാ ദുരിതങ്ങൾ, തടസ്സങ്ങള് യേശുനാമത്തിൽ മാറിപ്പോടെ. നമുക്ക് എല്ലാ ചൊവ്വാഴ്ചയും എല്ലാ തിങ്കളാഴ്ചയുമാണ് ഉടമ്പടി ഉപവാസ ധ്യാനം ആരാധനയും. എല്ലാ തിങ്കളാഴ്ചയും വെച്ചാൽ 1, 2, 3, 4 തിങ്കളാഴ്ചയും 4 ചൊവ്വാഴ്ചയും. മറന്നു പോകണ്ടേ, ഇപ്പം എല്ലാവർക്കും അറിയാൻ പറ്റുന്നു. പിന്നെ ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ ഉൾപ്പെടെ ഉടമ്പടി പുതുതായിട്ട്
വരുന്നവരല്ലേ, അവർ ചിലപ്പോൾ അറിയാതെയൊക്കെ വരുവേ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഉടമ്പടി ചെയ്യാൻ വേണ്ടി വരികയായിരിക്കും. അപ്പോൾ ഇവിടെ പ്രാർത്ഥനയാണെങ്കിൽ അറിയാൻ പോലെ വിഷമിച്ച് പോകും. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല അവർക്ക്. പക്ഷേ ക്ലാസ് എൻ്റെ മക്കൾ അറ്റൻഡ് ചെയ്യണം. എൻ്റെ ഉടമ്പടിയുടെ മെയിൻ എന്താ? ക്ലാസ്സാണ്. ക്ലാസ് മിസ്സായ കാര്യം മിസ്സാവും. അതാണ് ക്ലാസ് മിസ്സായ കാര്യം മിസ്സാവും കറക്റ്റായിട്ട്. കാര്യം ഉടമ്പടി ശരിക്കും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രയറാണ്. ഇതിൻ്റെ പുതിയ പുസ്തകം ഇറങ്ങാൻ പോകുന്നുണ്ട്. എത്രയാണ് പേജെന്നറിയാമോ? 270 പേജ്. നിങ്ങളുടെ 60 പേജിന് പകരമുള്ള. ഇപ്പം എന്തുമാത്രം ഡീപ്പ് സബ്ജക്റ്റാണ്. അപ്പം അതുകൊണ്ട് അത് പഠിക്കണമെന്ന് പറയണത്. പക്ഷെ പഠിച്ച ഇരിപ്പതാ. കാര്യം എന്താണെന്നറിയാമോ? ഉടമ്പടിയിൽ എന്താ പ്രശ്നം? ദൈവം വാഗ്ദാനം പാലിച്ചിരിക്കും. നമ്മൾ അവിശ്വസ്തനായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. നമ്മൾ വിശ്വസ്തനായിരിക്കണം എന്തുകൊണ്ടാണ്? നമുക്ക് കിട്ടിയ അനുഗ്രഹത്തിന് അനുഭവിക്കാൻ യോഗമുണ്ടാകാൻ വേണ്ടിയാണ്. അതാണ് വിഷയം, വേറെ കാര്യമൊന്നുമില്ല. അപ്പം അത് ശ്രദ്ധിക്കണം. പത്രമൊക്കെ തന്നിരിക്കുന്നത് എന്തിനാണ്? പ്രേക്ഷിത വേല ചെയ്യാൻ വേണ്ടിയാണ്. ഈ പത്രത്തിൻ്റെ സാക്ഷ്യങ്ങളൊക്കെ പറയുമ്പോഴേ ഞങ്ങൾ ഫ്ലാറ്റായിട്ട് പത്രത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് ചിലരൊക്കെ അറിവില്ലാണ്ട് പത്രമൊക്കെ തിന്നണില്ലേ, അതൊന്നും കൃപാസനമായിട്ട് ഒരു ബന്ധവുമില്ല. ഞങ്ങൾ ഒരിക്കലും ഒരു കൗൺസിലേഴ്സ് ആരെങ്കിലും ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ പല സാക്ഷ്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ കൂടെ ഇതൊക്കെ പറയും. അപ്പോൾ ഞങ്ങൾക്കത് കട്ട് ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ സംഭവിക്കുന്ന പലത്. അതിൻ്റെ പേരിൽ കൃപാസനത്തെ ആക്ഷേപിക്കേണ്ട ഒരു കാര്യവും നിലനിൽക്കുന്നില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, യുദ്ധം ആരുമായിട്ടാണ്? അവിശ്വാസികളും വിശ്വാസികളുമായിട്ടാണ്. എന്തെങ്കിലും ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ ആരാണത്? അമ്മയാണ് ചെയ്യേണ്ടത്. അമ്മയ്ക്ക് എന്ത് ഉപാധി ഉപയോഗിക്കാം? കർത്താവ് തുപ്പൽ വരെ ഉപയോഗിച്ചതാണ് ഇല്ലേ? 8:53 നമ്മൾ വായിക്കണില്ലേ ലൂക്കായുടെ സുവിശേഷത്തിലൊക്കെ? ദൈവത്തിന് എന്ത് മാധ്യമം ഉപയോഗിക്കാം, അത് ദൈവത്തിൻ്റെ വിഷയമാണ്. പക്ഷേ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ദൈവികമായ പദ്ധതികളെ ഇതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്ഷേപിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. എന്താണ്? അവരെ പ്രതിരോധിക്കാനല്ല, അതിൻ്റെ ആവശ്യമില്ല, അത് നമ്മുടെ വഴിയല്ല. പിന്നെന്താ? നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾക്കതിൽ നിങ്ങളുടെ ബോധ്യങ്ങൾ പറയാം. നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളുടെ ബോധ്യങ്ങളും പറയാം. അങ്ങനെയല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. ശരിക്കും പറഞ്ഞാൽ അത് അവിശ്വാസികളും വിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസമാണ്. അവിശ്വാസികൾക്ക് എക്കാലങ്ങളിൽ ഇതുപോലെ അറിവുകേടുകളും അനുഭവജ്ഞാനക്കുറവൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരവരുടെ രീതിയിലുള്ള കാര്യങ്ങൾ കാണും. അപ്പം അതുകൊണ്ട് അവർക്കുണ്ടാകുന്നു. പക്ഷേ അവർ കാര്യങ്ങൾ മനസ്സിലാക്കി അവരും വിശ്വാസികളാകണം. അതാണ് നമ്മുടെ ശ്രമം. അല്ലാതെ അവരെ ആക്ഷേപിക്കുകയല്ല, തിരിച്ചാക്ഷേപിക്കുക. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. സാത്താന്യം അവർക്ക് ഇവിടുത്തെ അടയാളങ്ങൾ കാണുമ്പോൾ അച്ചിട്ട അടയാളങ്ങൾ ആർക്കും മനസ്സിലാകുന്നതാണ്. കാര്യം അതെന്താ? ഇതുപോലെ ഇങ്ങനെ പരേഡ് പോലെ സാക്ഷ്യം പറയുന്ന സ്ഥലമില്ല. എന്താണ്? അമ്മ പ്രത്യക്ഷപ്പെട്ടത് കാരണം ഇതിനേക്കാൾ വലിയ സംഭവങ്ങൾ ഇവിടെ നടക്കും. എന്താ? ഈ പ്രത്യക്ഷപ്പെടൽ സഭ പഠിക്കാൻ വേണ്ടിയാണ് ഈ അടയാളങ്ങളെല്ലാം കാണുന്നത്. അതുകൊണ്ടല്ലേ ഉടമ്പടി പോലെ ഒരു പുതിയ പ്രാർത്ഥന നമുക്ക് തന്നത്. ഈ അനാദികാലം പോലെ ബൈബിളിലുള്ളതല്ലേ. വെണ്ണ ഇങ്ങനെ നമ്മൾ മോര് കടയുമ്പോഴേ വെണ്ണ പൊങ്ങി വന്ന പോലെയാണ് ബൈബിൾ കടഞ്ഞപ്പോഴേ മാതാവ് നമുക്ക് വെണ്ണ പോലെ ഈ എല്ലാ ജനതകൾക്കും ഹൈന്ദവ സഹോദരങ്ങൾക്ക് എന്ത് ഹാപ്പിയാണ്. ഞെട്ടിപ്പിക്കുന്ന സാക്ഷ്യങ്ങളല്ലേ അവർ പറയണത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മുസ്ലിം സഹോദരൻ സാക്ഷ്യം പറയുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഉടമ്പടി എല്ലാ ദൈവമക്കൾക്കും വേണ്ടി ദൈവത്തിൻ്റെ ആശ്വാസ സംവിധാനമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം അതുകൊണ്ട് അതിൽ അഭിമാനിക്കുകയും അതിൽ അക്ഷരാർത്ഥത്തിൽ അർപ്പിതരാകുകയും ചെയ്തുകൊണ്ട് അനുഭവം പ്രാപിക്കാൻ ദൈവം എല്ലാവർക്കുമുള്ള അവസരം കൊടുക്കാൻ വേണ്ടി അവർ വിമർശിക്കുമ്പോൾ നിങ്ങളുടെ അനുഭവം തിരിച്ച് ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും നിങ്ങളുടെ അനുഭവങ്ങൾ തിരിച്ച് പറയണം. അപ്പോൾ അവർക്ക് മനസ്സിലാകും. അവരൊന്നുമില്ലെങ്കിൽ അവരിവിടെ വരും. കാര്യങ്ങൾ അന്വേഷിക്കാനെങ്കിലും അവരിവിടെ വരും. ഇതിൻ്റെ നിജസ്ഥിതി വിലയിരുത്താനെങ്കിലും അവർ പരീക്ഷിക്കാനെങ്കിലും ഇവിടെ വരും. അങ്ങനെയെങ്കിലും അമ്മയുടെ മണ്ണിൽ ചവിട്ടിക്കഴിഞ്ഞാൽ ദൈവം അവർക്ക് വിശ്വാസം കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നമ്മൾ ആശീർവാദം സ്വീകരിക്കാൻ പോവുകയാണ്. നേർച്ച വസ്തു വീണ്ടും ഉയർത്തിപ്പിടിക്കുക. ഈ പത്രം അമ്മയുടെ പേരിൽ വേണം കൊടുക്കാൻ കേട്ടോ. എല്ലാവർക്കും കൊടുക്കണം, പ്രാർത്ഥിച്ച് കൊടുക്കണം. നിങ്ങളുടെ പേരിൽ 10 ആത്മാക്കൾ കർത്താവിൻ്റെ വിശുദ്ധമായ രഥത വീണ്ടെടുക്കപ്പെട്ട ആ രക്ഷാകര പദ്ധതിക്ക് നിങ്ങൾ ദൈവത്തോട് പക്ഷം ചേർന്നുകൊണ്ട് നമ്മൾ ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണത്. ആ ഒരു ഓർമ്മയിൽ വേണം. അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് 125 രൂപ പോയില്ല എന്ന് പറയുന്നത്
മണ്ടത്തരങ്ങളൊന്നും ദൈവത്തിൽ പറയല്ലേ. പറയേണ്ടത് എന്താണ്? കർത്താവേ, നിൻ്റെ വിലമതിയാത്ത രക്തം കൊടുത്ത് വാങ്ങിച്ച ആത്മാക്കളെ വീണ്ടെടുക്കാൻ വേണ്ടി യേശുവിനെ അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനും ഞാൻ സുവിശേഷമാകാനും സുവിശേഷം ഏകാനും സ്വർഗത്തിൻ്റെ ഉപകരണമായി എന്നെ രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഇത് കൊടുക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഇനി എനിക്ക് അറിയിപ്പുണ്ട്, നിങ്ങൾ പോയി കളയരുത്, ആശീർവാദം മേടിക്കുക. വിശ്വാസ പ്രമാണം ചെല്ലേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യൂട്യൂബിൻ്റെ സബ്സ്ക്രിപ്ഷൻ ശ്രദ്ധിക്കണം. നമുക്ക് ആറ് നിബന്ധനയാണ് ഉടമ്പടി പ്രകാരം അമ്മയുടെ മുമ്പിൽ വെക്കുന്നത്. അതിന് 6 പ്രാർത്ഥനയാണ് ഒരു മാസം നമ്മൾ കൂടേണ്ടത്. അപ്പോൾ ഒരു പ്രാർത്ഥന മാത്രമേ നിങ്ങൾക്ക് ഇവിടെ വന്ന് കൂടാൻ അനുവാദം ഉള്ളൂ. ബാക്കി 5 പ്രാർത്ഥനകൾ, ഒന്ന് ഷാലോൺ ടി വിയിൽ വെള്ളിയാഴ്ച രാവിലെ 8:30, തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:30 മണിക്ക് ഏതെങ്കിലും ഒരു പ്രാർത്ഥന കൂടണം. ബാക്കി 4 യൂട്യൂബിൽ കൂടേണ്ടതാണ്. 8 പ്രാർത്ഥന ഉണ്ടെങ്കിൽ 4 യൂട്യൂബിൽ കൂടിയാൽ മതി. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൂടാം, പക്ഷെ നിർബന്ധമായിട്ടും കൂടേണ്ടത് 4 അപ്പോൾ ആ 4 മക്കൾ കൂടുക മാത്രമല്ല, പിന്നെ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. ശുശ്രൂഷ തുടങ്ങുമ്പോൾ തന്നെ കാര്യം, നിങ്ങൾ വഴി ലോകത്തിലേക്ക് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കാൻ ദൈവം തന്ന ഏറ്റവും വലിയ സംവിധാനമാണ് ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയ. അത് സാത്താൻ ശരിക്കും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളെ അതിൻ്റെ 10 ഇരട്ടി ഉപയോഗിക്കണം, വീറോടും വാശിയോടും കൂടി. അതാണ് ഞങ്ങൾ ഇതിനകത്ത് ലൈവായി നിൽക്കുന്നത്. സാത്താനെതിരെയുള്ള ഒരു കുരിശ് യുദ്ധമാണിത്. അപ്പം അതുകൊണ്ട് കിട്ടുമ്പോൾ തന്നെ ഞങ്ങളുടെ ഷെയർ ചെയ്തേക്കണം. എല്ലാവരും, നിങ്ങളുടെ കൂട്ടുകാരെല്ലാവരും കാണുകയും അറിയുകയും ചെയ്ത് അവർക്ക് ഒരു ആവശ്യവും സങ്കടവും വരുമ്പോൾ അമ്മ സന്നിധാനത്തിൽ അവരെത്തിച്ചേർന്ന് അഭയം പ്രാപിച്ച ആശ്വാസം പ്രാപിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ എല്ലാ പത്രങ്ങളും നിങ്ങൾ ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ, തെലുങ്ക് അത്രയും പത്രങ്ങളുണ്ട്. ആ മേഖലകളിലെല്ലാം പോകുന്നവർ ആ ഭാഷാ പത്രങ്ങളാണ് വാങ്ങിച്ച് പ്രാർത്ഥനാപൂർവ്വം കൊടുക്കേണ്ടത്. വീണ്ടും നേർച്ച വസ്തു ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്തുതിക്കാൻ അതിശക്തമായിട്ട് സ്തുതിക്കട്ടെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഇതാ കർത്താവ് നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ്. രോഗങ്ങൾ സുഖപ്പെടുത്തുന്നവൻ, അന്ധന് കാഴ്ച കൊടുത്തവൻ, മരിച്ചവനെ ഉയർപ്പിച്ച ദൈവം ഇതാ നിങ്ങളെ ആശീർവദിക്കുന്നു. കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിക്കട്ടെ. കർത്താവേ, മാരക രോഗങ്ങളാൽ വിഷമിക്കുന്നവര്, ജോലി നഷ്ടപ്പെട്ടവര്, വിദൂരങ്ങളിൽ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നിയോഗങ്ങൾ സമർപ്പിക്കുന്നവര്, കടഭാരത്തിൽ കഴിയുന്നവര്, ജീവിത വിഷമത്തിൽ കഴിയുന്നവര്, സോറിയാസിസ് മൂലം വിഷമത്തിൽ കഴിയുന്നവര് എല്ലാവരെയും സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പകർച്ചയും